നമ്മൾ ആരാധകരുടെ ആവേശത്തിലേക്ക് പോവുകയാണ്. കോഴിക്കോട് നൈനൻവളപ്പിൽ നിന്നും ലിൻഡോ തോമസ് ചേരുകയാണ്. ലിൻഡോ, ഏതായാലും വലിയ ആവേശമുണ്ട്. കാരണം തുടക്കത്തിലൊക്കെ വലിയ നിരാശയൊക്കെ ബ്രസീൽ ആരാധകർക്കുണ്ടായിരുന്നു. ഒരു സമനിലയോടെ തുടങ്ങേണ്ടി വന്നു. പിന്നീട് ടീമിന്റെ പഴയകാല പ്രതാപമുള്ള ഒരു ടീമാണ്. 5 തവണ ലോക കിരീടം നേടിയ ചാമ്പ്യന്മാരാണ്. അതുകൊണ്ട് ആ ടീമിന് അതിന് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം ഉണ്ടോ എന്ന് ഒരു സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി പിഴവുകളൊക്കെ തിരുത്തി ബ്രസീൽ ഓരോ ഘട്ടത്തിലും അത് മികച്ച് വരികയാണ്. സാധാരണ നമ്മൾ പറയും കിരീടത്തോട് അടുക്കുമ്പോഴുള്ള ബ്രസീലിനെ കൂടുതൽ ഭയക്കണം. എന്തായാലും ആരാധകർ വലിയ ആവേശത്തിലാവും. തീർച്ചയായും രുചീഷ്, ഈ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരം ബ്രസീലിൻ്റെയും നോർവേയുടെയും പ്രീ ക്വാർട്ടർ മത്സരത്തിനുള്ള കാത്തിരിപ്പിലാണ് ഈ മലബാറിലെ ജനങ്ങൾ. വലിയ ആവേശത്തോടെയാണ് അവർ ഈ മത്സരത്തെ നോക്കിക്കാണുന്നത്. കാരണം പ്രീ ക്വാർട്ടറിലേക്ക് പ്രധാന ടീമുകളെല്ലാം തന്നെ ഈ പ്രീ ക്വാർട്ടറിൽ കടന്നിരിക്കുന്നു. അർജന്റീനയും ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ ഈ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് കടക്കുകയും ഇപ്പോൾ ബ്രസീൽ നാളെ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് കടക്കാനുള്ള പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഇറങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആവേശത്തിലാണ് ഇവിടെയുള്ള ബ്രസീൽ ആരാധകർ. പ്രത്യേകിച്ച് നെയ്മർ ഇന്ന് ഈ കളിക്ക് ഇറങ്ങുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ അവർക്കുണ്ട്. കാർലോ ആഞ്ചലോട്ടി പറയുക തന്നെ ചെയ്തു 90 മിനിറ്റും കളിക്കാനുള്ള ഒരു കായികക്ഷമത ഈ ഇദ്ദേഹത്തിനുണ്ട് എന്ന് പറയുകയും ചെയ്തതോടെ നെയ്മർ 90 മിനിറ്റ് കളിക്കും. ഒപ്പം മെസ്സിയും എംബാപ്പയും അടക്കമുള്ള തുടരെ ഗോൾ അടിക്കുന്നു. എന്നാൽ ഇതുവരെ നെയ്മർ ഈ ലോകകപ്പിൽ ഗോൾ നേടിയിട്ടില്ല. അതൊക്കെ ഈ മത്സരത്തിൽ കാണാനാവും. ഈ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ വലിയ ഒരു നല്ല കളി തന്നെ കാഴ്ചവെക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ എല്ലാ ആരാധകരും ഉള്ളത്. ചേട്ടാ, എന്തൊക്കെ പ്രതീക്ഷകളാണ് എന്നുള്ളത്? നമ്മളെ നെയ്മർ സുൽത്താൻ ഇറങ്ങുന്നതാണ്. നമ്മൾ 3 ഗോളിന് വിജയിക്കുന്നതാണ്. ഈ ഹാളണ്ടിനെ ആർക്ക് പിടിച്ചെടുക്കാനാവും? ഹാളണ്ടിനെ കാട്ടി നമ്മൾ ഇന്ന് സുൽത്താൻ 3 ഗോളിന് നമ്മളെ സുൽത്താൻ നെയ്മർ ഇന്ന് ഇറങ്ങുന്നതാണ്. 90 മിനിറ്റ് കളിക്കുന്നതാണ്. 3 ഗോളിന് നമ്മൾ അടിച്ച് ജയിക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും ജയിക്കും. ഹാലൻഡ് അല്ല ക്രിസ്ത്യാനോ വരെ അയച്ചാലേ നമ്മള് കപ്പ് കൈവാട്ടോ. ഒരു ആവേശം വരുന്നില്ല കേട്ടോ. ആവേശവും നോർവേ ഹാളണ്ടിന് ഒരു പ്രതീക്ഷിത കളിക്കുന്നത്. പക്ഷെ ബ്രസീൽ അങ്ങനല്ല. ബ്രസീൽ 11 പ്ലേയേഴ്സുകളെയും പ്രതീക്ഷിച്ചിട്ടാണ്. 11 പ്ലേയേഴ്സുകളും കാലിലും കളിയുണ്ട്. ഇനിയിപ്പോൾ നെയ്മർ ഇറങ്ങിയാലും ഇറങ്ങിയില്ലേ, കഴിഞ്ഞ കളി ഉണ്ടല്ലേ, ഒരു ഗോൾ അടിച്ച് ജപ്പാനെതിരെ 2 ഗോൾ അടിച്ച്. നോർവേക്ക് ഹാളണ്ടിന് മാത്രമേ ഉള്ളൂ. ഒരു 2006 ചരിത്രം പരിശോധിച്ചിട്ട് വരുന്നത്. 2006 ലാസ്റ്റ് നോർവേയും ബ്രസീലും കളിച്ചത്. 4 കളിയാണ് ആകെ കളിച്ചത്. അതിൽ 2 കളി നോർവേ ജയിച്ചിട്ടുണ്ട്, 2 കളി സമനില. പക്ഷെ ഇപ്രാവശ്യം അത് തൂക്കുമ്പോൾ നോർവേനെ നാട്ടിലേക്ക് എത്തിക്കും. ഈ ഹാളണ്ടിനെ നമ്മുടെ ഈ ബ്രസീലിന്റെ പ്രതിരോധ നിരക്ക് അങ്ങനെ പിടിച്ചു കെട്ടാൻ കഴിയൂ? ഇതുവരെ കളിച്ച കളിയിൽ നോക്കുകയാണെങ്കിൽ ബ്രസീൽ എന്തായാലും ഇന്നത്തെ കളി ജയിക്കേണ്ടതാണ്. നാളത്തെ കളി ജയിക്കേണ്ടത് ജയിക്കും, ഉറപ്പാണ്. നെയ്മർ ഇറങ്ങുമോ? നെയ്മർ ഇറങ്ങും. രുചീഷ്, വലിയ പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ബ്രസീൽ ആരാധകരുള്ളത്. എന്തായാലും നാളെ നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ തീർച്ചയായും ആരാധകരെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞതുപോലെ നെയ്മർ പൂർണ്ണമായും കളിക്കാനുള്ള ഒരു കായികക്ഷമത അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആദ്യ ലെവലിൽ തന്നെ അവസരം ലഭിക്കുമോ എന്നൊരു ആകാംക്ഷയൊക്കെ ഉണ്ട്.